ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനിടയായി. ഒരു ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധി എഴുതിയത്. ആ ജനവിധി ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഞങ്ങൾക്കൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുക, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക. അതിന്റെ ഭാഗമായി അതിനുതകുന്ന ഒരു വികസന നടപടികളാണ് നാം നടപ്പാക്കിയത്. സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനം, അതിന്റെ ശരിയായ നില തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു. നമ്മുടെ നാടിന്റെ ഒരു പ്രദേശവും വികസനത്തിന്റെ സ്പർശമേൽക്കാതിരിക്കരുത്. നമ്മുടെ കേരളത്തിലെ ഒരു ജനവിഭാഗവും വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കാതിരിക്കരുത്. ആ നിലയിൽ മാതൃകാപരമായ രീതിയിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന് ഉയർന്നു വരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇതിന് തുടർച്ച വേണം. ആ തുടർച്ച ഞങ്ങൾ മാത്രമേ നടത്താനാവൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആ നിർബന്ധവും ഞങ്ങൾക്കില്ല. തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് UDF സർക്കാരാണ്. ആ UDF സർക്കാർ ഇത്തരം കാര്യങ്ങൾ നാടിന്റെ അഭിവൃദ്ധിക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്നവയെല്ലാം നടപ്പാക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അത്തരം കാര്യങ്ങൾക്കെല്ലാം ക്രിയാത്മകമായ പിന്തുണയും ഞങ്ങൾ നൽകും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിൽ നാടിന്റെ താൽപര്യത്തിനോ ജനങ്ങളുടെ ക്ഷേമത്തിനോ വിരുദ്ധമായ നടപടികൾ ഉണ്ടായാൽ അവയെല്ലാം അതിശക്തമായി എതിർക്കുന്ന നിലപാടും സ്വീകരിക്കും. ഈ പരാജയം CPIM-ന്റെയോ LDF-ന്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ഇതുപോലുള്ള അനേകം ഘട്ടങ്ങൾ ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല, കൂടുതൽ ജനപിന്തുണയോടെ, കൂടുതൽ കരുത്തോടെ CPIM-ഉം LDF-ഉം തിരിച്ചു വരും. അതിനായി എല്ലാവരും ആവശ്യമായ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക.